മേഘയും സുകാന്തും ഈ രണ്ട് പേരുകളാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായി തന്നെ മലയാളികൾ അന്വേഷിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്യുന്നത്. തിരുവനന്തപുരത്ത് ആത്മഹത്യ ചെയ്ത 24 വയസ്സുകാരിയുടെ വാർത്തയെ തുടർന്ന് തന്നെയാണ് എല്ലാവരും ഇതിനെക്കുറിച്ച് അന്വേഷിക്കുന്നത്. സുകാന്തിന് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും എന്നൊരു കാര്യമുള്ളതുകൊണ്ട് ഇപ്പോൾ ജാമ്യാപേക്ഷയ്ക്ക്, അതായത് ബെയിലിന് വേണ്ടി കൈകാര്യം ചെയ്തിരിക്കുകയാണ് ഇത്. അതുപോലെ തന്നെ ഞങ്ങൾ തമ്മിൽ പ്രണയത്തിലായിരുന്നുവെന്ന് ഇപ്പോൾ സുകാന്ത് തന്നെ ഉറപ്പിച്ചുകൊണ്ട് രംഗത്തെത്തുകയാണ്. ഇത്രയും ദിവസമായി തന്നെ മാധ്യമങ്ങളെ ഭയന്നുമൊക്കെ മാറി നിൽക്കുകയായിരുന്നു സുകാന്ത്. എന്നാൽ ഞങ്ങൾ തമ്മിൽ പ്രണയത്തിലായിരുന്നുവെന്ന് തുറന്ന് സമ്മതിക്കുന്നതിലൂടെ തന്നെ കേസിലേക്ക് സുകാന്ത് എത്തുകയാണ് എന്ന് തന്നെ പറയാം. ബാങ്ക് സ്റ്റേറ്റ്മെന്റ് അടക്കം തന്നെ ഇപ്പോൾ മേഘയുടെ കുടുംബം പുറത്തുവിട്ട സ്ഥിതിക്ക് ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ഒരിക്കലും സാധിക്കില്ല എന്ന് പറഞ്ഞേ മതിയാകൂ. അതാണ് ശരിക്കും പറഞ്ഞാൽ ചെയ്യേണ്ടത്. അവിടെയാണ് സുകാന്തിന് അബദ്ധം പറ്റിയത്. ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഉൾപ്പെടെ തന്നെ ഇവർ പൊക്കുമെന്ന് ഒരിക്കലും കരുതിയിരുന്നില്ല. അവിടെയാണ് ശരിക്കും സുകാന്തിന് വെളിപ്പെടുത്താൻ പറ്റാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ കടന്നുപോയത് എന്ന് പറയണം. സുകാന്തിന് രക്ഷപ്പെടാൻ ഒരു സാധ്യതയുമില്ല. കാരണം തെളിവുകളെല്ലാം തന്നെ ഇദ്ദേഹത്തിനെതിരെയാണ്. കൃത്രിമത്വമില്ലാതെ തന്നെയാണ് ഇതിപ്പോൾ വന്നിരിക്കുന്നത് എന്ന് പറയാം. കേസിൽ താൻ നിരപരാധിയാണെന്നാണ് IB ഓഫീസറിന്റെ മരണത്തിൽ പങ്കില്ലെന്നുമാണ് സുകാന്തിന്റെ വാദം. അതേസമയം IB ഉദ്യോഗസ്ഥയുമായി താൻ പ്രണയത്തിലായിരുന്നു എന്ന് സുകാന്ത് സമ്മതിക്കുന്നു. ഒരു ഘട്ടത്തിൽ തന്നെ മരിച്ച IB ഉദ്യോഗസ്ഥയോട് മോശമായി പെരുമാറിയിട്ടില്ല എന്നും സുകാന്ത് പറയുന്നുണ്ട്. സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും സുരക്ഷിതത്വം ഉറപ്പുവരുത്തിയുമാണ് എപ്പോഴും ഇടപഴകിയതെന്നാണ് അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നത്. IB ഉദ്യോഗസ്ഥയെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചിരുന്നു. വിവാഹാലോചന നടത്തിയിരുന്നു. തന്റെ മാതാപിതാക്കൾ യുവതിയുടെ വീട്ടിൽ പോയി സംസാരിക്കുകയും ചെയ്തിരുന്നു. സത്യസന്ധമായ സ്നേഹവും നിറഞ്ഞ പിന്തുണയുമാണ് എപ്പോഴും IB ഉദ്യോഗസ്ഥയോട് പ്രകടിപ്പിച്ചതെന്നാണ് സുകാന്ത് പറയുന്നത്. IB ഉദ്യോഗസ്ഥയുടെ വ്യക്തിപരമായ ഇഷ്ടാനിഷ്ടങ്ങളെയും തീരുമാനത്തെയും എപ്പോഴും അംഗീകരിച്ചിരുന്നുവെന്നും അദ്ദേഹം കോടതിയിൽ പറഞ്ഞു. അവരുടെ മരണവും ഏറ്റവും അധികം ബാധിക്കപ്പെട്ട ഒരാൾ താനാണെന്ന് കൂടി ജാമ്യാപേക്ഷയിൽ ഇയാൾ പറയുന്നുണ്ട്. സ്നേഹം നിറഞ്ഞ പങ്കാളിയെ മാത്രമല്ല, അത്രമേൽ ഇഷ്ടപ്പെട്ട ഒരാളെയാണ് നഷ്ടപ്പെട്ടതെന്ന് പറയുന്നു. IB ഉദ്യോഗസ്ഥയുടെ മരണത്തിൽ താൻ നിരപരാധിയാണെന്നും കുറ്റകൃത്യവുമായ ഒരു ബന്ധവുമില്ല എന്നുമാണ് സുകാന്ത് പറയുന്നത്. സുകാന്തിന്റെ വാർത്ത സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ നിറയുകയാണ് എന്ന് തന്നെ പറയണം. സംശയത്തിന്റെ നിഴലിലേക്ക് തന്നെ ബോധപൂർവം വലിച്ചിടുകയാണെന്നാണ് പറയുന്നത്. IB ഉദ്യോഗസ്ഥയും മരണത്തിലേക്ക് നയിക്കുന്ന ഒരു പ്രവൃത്തിയും തന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത്. എന്താണ് കാരണമെന്ന് തനിക്കും അറിയില്ല. എല്ലാവരും കേട്ട് ഞെട്ടിയതുപോലെ ആ വാർത്ത കേട്ട് ഞാനും ഞെട്ടിയിരിക്കുകയാണ്. എനിക്കും എങ്ങനെ പ്രതികരിക്കണമെന്നറിയില്ല. പ്രതി ചേർക്കുന്നതിന് മുൻപ് എല്ലാവരും അതും കൂടി ആലോചിക്കണം. എല്ലാവർക്കും വേദന പകരുന്ന ഒരു വാർത്ത തന്നെയാണ് എന്ന് പറയണം. സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന വാർത്തയാണെന്ന് കൂടി പറഞ്ഞേ മതിയാകൂ. പ്രേക്ഷകരെല്ലാവരും ഇപ്പോൾ ഇതിനെക്കുറിച്ച് ഇടപെടുന്നുമുണ്ട്, സംസാരിക്കുന്നുമുണ്ട്. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ഇതിൻ്റെ വാർത്തകൾ ഏറ്റെടുക്കുന്നുമുണ്ട്. സുകാന്തിൻ്റെ വീടിൻ്റെ കാര്യങ്ങളും ഒക്കെ സോഷ്യൽ മീഡിയയിൽ വൈറലായതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ പല വാർത്തകളും സോഷ്യൽ മീഡിയയിൽ എത്തുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ കോടതിയിൽ ഹാജരായിട്ടുണ്ടെങ്കിൽ ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് തന്നെയായിരിക്കും സുകാന്ത് എത്തിയിട്ടുണ്ടാവുക. കേസ് തുടങ്ങിയപ്പോൾ തന്നെ അവിടെ നിന്ന് മുങ്ങുമ്പോൾ ഇത്രയും അധികം സംശയം തൻ്റെ മേലുണ്ടാകുമെന്ന് മനസ്സിലാക്കിയ സുകാന്ത് ഇതിനുള്ള മറുപടിയുമായി തന്നെയാണ് എത്തുന്നത്. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തുക.